ദൈവനാമത്തിന് മഹത്വം ഉണ്ടാവട്ടെ. ബൈബിൾ അപഗ്രഥന പഠനത്തിൽ ഈ ക്ലാസ്സിൽ നാം തെസ്സലോനിക്കർക്ക് എഴുതിയ 1-ാം ലേഖനമാണ് പരിശോധിക്കുന്നത്. ബൈബിളിലെ 52-ാമത്തെയും പുതിയ നിയമത്തിൽ 13-ാമത്തെയും പുസ്തകമാണ് അപ്പോസ്തലനായ പൗലോസ് തെസ്സലോനിക്കക്കാർക്ക് എഴുതിയ 1-ാം ലേഖനം. പൗലോസിൻ്റെ ആദ്യ ലേഖനങ്ങളിൽ ഒന്നാണ് 1 തെസ്സലോനിക്ക ലേഖനം എന്ന് ലേഖനങ്ങൾക്കൊരു പൊതു ആമുഖം പഠിച്ചിട്ടുള്ളത് ഓർക്കുക. AD 53 കൊരിന്തിൽ നിന്നാണ് അപ്പോസ്തലൻ ഈ ലേഖനം എഴുതി അയച്ചത്. തെസ്സലോനിക്കയിൽ സഭാസ്ഥാപനത്തിന് ദൈവം ഉപയോഗിച്ചത് അപ്പോസ്തലനായ പൗലോസിനെ ആണ് എന്ന് നമുക്കറിയാമല്ലോ. അപ്പോസ്തല പ്രവൃത്തി 17-ാം അധ്യായം വായിച്ചാൽ സഭാ സ്ഥാപന ചരിത്ര പശ്ചാത്തലം, തെസ്സലോനിക്ക സഭ സ്ഥാപിച്ച ചരിത്ര പശ്ചാത്തലം ഗ്രഹിക്കാനായിട്ട് സാധിക്കും. യൂറോപ്പിൽ സുവിശേഷീകരണം നടന്ന 2-ാം മിഷണറി യാത്രയിൽ ആദ്യം ഫിലിപ്പിയിൽ വന്നു, അവിടെ നിന്ന് തെസ്സലോനിക്കയിലേക്കും, അവിടുന്ന് ബെരോവയിലേക്കും, അവിടുന്ന് അഥേനയിലേക്കും, അവിടുന്ന് കൊരിന്തിലേക്കും പോയി. അപ്പോൾ നമ്മൾ 16-ാം അധ്യായം മുതൽ അപ്പോസ്തല പ്രവൃത്തി 16-ാം അധ്യായം മുതൽ 18-ാം അധ്യായം വരെ വരും. 18-ന്റെ 1-ലാണ് കൊരിന്തിലെത്തിയ കാര്യം പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ കൊരിന്തിൽ എത്തിയ പൗലോസ് കൊരിന്തിൽ നിന്നാണ് ഈ ലേഖനം എഴുതി അയച്ചത്. അപ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, ഈ തെസ്സലോനിക്കയിൽ വളരെ പെട്ടെന്ന് സ്ഥാപിതമായ സഭയായതുകൊണ്ട് ദീർഘമായിട്ട് സഭയെ പഠിപ്പിക്കുവാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. നമ്മൾ പഠിച്ച കൊരിന്ത് സഭയെക്കുറിച്ചും എഫേസ്യ സഭയെക്കുറിച്ചൊക്കെ ചിന്തിക്കുകയാണെങ്കിൽ കൊരിന്തിൽ 1.5 കൊല്ലം പൗലോസ് ഉണ്ടായിരുന്നു, ഓർക്കുന്നുണ്ടല്ലോ. അപ്പോൾ അവരെ നന്നായിട്ട് പഠിപ്പിക്കാൻ പറ്റി. എന്നിട്ട് തന്നെ അവിടെ ഒരുപാട് പ്രശ്നങ്ങളുണ്ടായി. എഫേസ്യ സഭയിൽ 3 കൊല്ലം ഉണ്ടായിരുന്നു, തുറന്നോസിൻ്റെ പാഠശാലയിൽ 2 കൊല്ലവും അല്ലാത്ത. എന്നിട്ടും അവിടെ ചില കാര്യങ്ങളൊക്കെ ക്രമീകരിക്കുവാൻ ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു ദീർഘസമയം തെസ്സലോനിക്കയിൽ പൗലോസിന് കിട്ടിയില്ല എന്നുള്ള കാര്യം ഓർക്കുക. മാത്രമല്ല, തെസ്സലോനിക്കയിൽ നിന്ന് പീഡനം കാരണം പെട്ടെന്ന് പോരേണ്ടി വന്നു. ഒന്നുകൂടെ തെസ്സലോനിക്കയിലേക്ക് പോയി അവരെ കുറേ കാര്യങ്ങളൊക്കെ പഠിപ്പിക്കണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നെങ്കിലും അത് കഴിഞ്ഞില്ല. 2-ാം അധ്യായത്തിൻ്റെ 17-18 വാക്യങ്ങൾ വായിച്ചാൽ അത് ക്ലിയറാകും. 1 തെസ്സലോനിക്ക ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 17-18 വാക്യങ്ങൾ. സഹോദരന്മാരെ, ഞങ്ങൾ അല്പനേരത്തേക്ക് ഹൃദയം കൊണ്ടല്ല മുഖം കൊണ്ട് നിങ്ങളെ വിട്ടു പിരിഞ്ഞിട്ട് ബഹുകാംക്ഷയോടെ നിങ്ങളുടെ മുഖം കാണുവാൻ ഏറ്റവും അധികം ശ്രമിച്ചു. കണ്ടോ, ബഹുകാംക്ഷയോടെ നിങ്ങളുടെ മുഖം കാണുവാൻ ഏറ്റവും അധികം ശ്രമിച്ചു. അതുകൊണ്ട് നിങ്ങളുടെ അടുക്കൽ വരുവാൻ ഞങ്ങൾ, വിശേഷാൽ പൗലോസായ ഞാൻ, 1-2 പ്രാവശ്യം വിചാരിച്ചു, എന്നാൽ സാത്താൻ ഞങ്ങളെ തടുത്തു. അപ്പോൾ 1-2 പ്രാവശ്യം മടങ്ങിപ്പോയി ഇവരെ പഠിപ്പിക്കണം എന്ന് വിചാരിച്ചെങ്കിലും അതിനുള്ള വാതിൽ തുറന്ന് കിട്ടിയില്ല. പക്ഷെ അതുകൊണ്ട് പൗലോസ് അടങ്ങിയിരുന്നില്ല. പൗലോസ് എന്ത് ചെയ്തു? തൻ്റെ കൂടെ ഉണ്ടായിരുന്ന കൂട്ടുവേലക്കാരനായ തിമത്തിയോസിനെ അയച്ചു. 3-ാം അധ്യായത്തിൻ്റെ ആദ്യത്തെ 5 വാക്യങ്ങളിൽ അതുണ്ട്. 3-ന്റെ 1 മാത്രം നമുക്ക് വായിക്കാം. ആകയാൽ സഹിച്ചു കൂടാഞ്ഞിട്ട് ഞങ്ങൾ അഥേനയിൽ തനിച്ചിരിക്കേണ്ടി വന്നാലും വേണ്ടതില്ല എന്ന് വെച്ച് ഈ കഷ്ടങ്ങളിൽ ആരും കുലുങ്ങി പോകാതിരിക്കേണ്ടതിന് നിങ്ങളെ സ്ഥിരപ്പെടുത്തുവാനും നിങ്ങളുടെ വിശ്വാസം സംബന്ധിച്ച് നിങ്ങളെ പ്രബോധിപ്പാനുമായിട്ട് നമ്മുടെ സഹോദരനും ക്രിസ്തുവിന്റെ സുവിശേഷ ഘോഷണത്തിൽ ദൈവത്തിന്റെ ശുശ്രൂഷകനുമായ തിമോത്തിയോസിനെ അയച്ചു. നിങ്ങളെ സ്ഥിരപ്പെടുത്തുവാൻ, കണ്ടോ, നിങ്ങൾക്ക് കൂടുതൽ കാര്യങ്ങൾ പഠിപ്പിച്ചു തരുവാനായിട്ട് ഞാൻ ആരെ അയച്ചു? തിമോത്തിയോസിനെ അയച്ചു. തിമോത്തിയോസ് തെസ്സലോനിക്കയിൽ നിന്ന് മടങ്ങി വന്ന് ആ സഭയിലെ അവസ്ഥ എന്താണെന്നുള്ളത് പൗലോസ് അപ്പോസ്തലനെ ധരിപ്പിച്ചു. ആ റിപ്പോർട്ട് കേട്ടതിന് ശേഷമാണ് ഈ ലേഖനം എഴുതിയത്. 3-ാം അധ്യായത്തിൻ്റെ 6 മുതൽ 13 വരെയുള്ള വാക്യങ്ങൾ അത് വിവരിക്കുന്നുണ്ട്. 6-ാം വാക്യം മാത്രം വായിക്കുകയാണെങ്കിൽ, ഇപ്പോഴോ തിമോത്തിയോസ് നിങ്ങളുടെ അടുക്കൽ നിന്ന് വന്ന്, കണ്ടോ, ഇപ്പോൾ തിമോത്തിയോസ് നിങ്ങളുടെ അടുക്കൽ നിന്ന് വന്ന് നിങ്ങളുടെ വിശ്വാസത്തെയും സ്നേഹത്തെയും പറ്റിയും ഞങ്ങൾ നിങ്ങളെ കാണുവാൻ വാഞ്ചിക്കുന്നത് പോലെ നിങ്ങൾ ഞങ്ങളെയും കാണുവാൻ വാഞ്ചിച്ചത് കൊണ്ട്. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ആഗ്രഹം ഉണ്ടായിരുന്ന പറഞ്ഞത്. ഞങ്ങൾക്ക് നിങ്ങളെ കാണാൻ ആഗ്രഹമുണ്ട്, നിങ്ങൾക്ക് ഞങ്ങളെ കാണാനും ആഗ്രഹമുണ്ട്. ഈ വിവരം തിമോത്തിയോസ് വന്ന് ഞങ്ങളോട് പറഞ്ഞു. തുടർന്നുള്ള വാക്യങ്ങൾ ദയവായിട്ട് നിങ്ങൾ വായിക്കണം. 8-ാം വാക്യത്തിൽ, 3-ാം അധ്യായത്തിൻ്റെ 8-ാം വാക്യത്തിൽ പ്രധാനപ്പെട്ട ഒരു റിപ്പോർട്ട് എന്താണെന്നുള്ളത് നമുക്ക് കിട്ടുന്നുണ്ട്. നിങ്ങൾ കർത്താവിൽ നിലനിൽക്കുന്നു എന്ന് അറിഞ്ഞ് ഞങ്ങൾ വീണ്ടും ജീവിക്കുന്നു. അപ്പം നിങ്ങൾ കർത്താവിൽ നിലനിൽക്കുന്നു, ആ കാര്യമാണ് അല്ലേ. അവർ പിന്മാറിപ്പോയിട്ടില്ല, അവർ കർത്താവിൽ നിലനിൽക്കുന്നു എന്നറിഞ്ഞ് പൗലോസ് സന്തോഷിച്ചു, ദൈവത്തിന് സ്തോത്രം ചെയ്തു.
അവർക്കായിട്ട് രാവും പകലും വളരെ താല്പര്യത്തോട് ദൈവത്തോട് പ്രാർത്ഥിച്ചു. 3:10 വായിച്ചാട്ടെ. 3:10 പറഞ്ഞിട്ടുണ്ട്, രാവും പകലും അവർക്ക് വേണ്ടി വളരെ താല്പര്യത്തോടെ അദ്ദേഹം പ്രാർത്ഥിച്ചു. നിങ്ങളുടെ വിശ്വാസത്തിന്റെ കുറവ് തീർപ്പാനുമായി ഞങ്ങൾ രാവും പകലും വളരെ താല്പര്യത്തോടെ പ്രാർത്ഥിച്ചു പോരുന്നു. അപ്പൊ പിന്നെ ഈ ലേഖനം എഴുതിയത് എന്തിനാണെന്ന് ചോദിച്ചാൽ അവരുടെ വിശ്വാസത്തിന്റെ കുറവ് തീർപ്പാനായി. ഇപ്പൊ കേട്ടല്ലോ, അവരുടെ വിശ്വാസത്തിന്റെ കുറവ് തീർക്കുന്നതിനായിട്ടാണ് ഈ പശ്ചാത്തലത്തിൽ ഈ ലേഖനം എഴുതിയത്. ഈ ലേഖനം നമ്മൾ വായിക്കുകയാണെങ്കിൽ ഹാർട്ട് ടു ഹാർട്ട് ടോക്ക്, ഹൃദയം തുറന്നുള്ള പരസ്പരമായിട്ടുള്ള സ്നേഹ സംഭാഷണമാണ് ഈ ലേഖനത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. അതിനൊരു തെളിവ് മാത്രം എന്താണെന്ന് ചോദിച്ചാൽ, ഈ ലേഖനത്തിൽ 14 പ്രാവശ്യം അവരെ സഹോദരന്മാരെ എന്ന് വിളിക്കുന്നുണ്ട്. ചില ആശ്വാസങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ അവർക്ക് നൽകുമ്പോൾ സഹോദരന്മാരെ സഹോദരന്മാരെ എന്ന് വിളിച്ചുകൊണ്ടാണ്. എത്ര പ്രാവശ്യം? 14 പ്രാവശ്യം. ഞാൻ 1-2 വായിപ്പിക്കാം, ഉണ്ടെന്നുള്ളതെന്ന് അറിയാനായിട്ട്. 2-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം വായിച്ചാട്ടെ. സഹോദരന്മാരെ സഹോദരന്മാരെ. 9-ാം വാക്യം സഹോദരന്മാരെ. ഞാനിടയ്ക്ക് പറയാറുണ്ട്, വായിക്കുന്ന ആൾക്ക് എളുപ്പമാണ്. കാരണം ഇപ്പം എന്ത് വാക്യം പറഞ്ഞാലും സഹോദരന്മാരെ എന്ന്. പക്ഷെ ഉണ്ടോയെന്ന് നിങ്ങളൊന്ന് നോക്കിക്കോണം കേട്ടോ. 3-ാം അധ്യായത്തിന്റെ 7-ാം വാക്യം, 3:7 സഹോദരന്മാരെ. 4:1 ഒടുവിൽ സഹോദരന്മാരെ. 5:1. ഞാൻ ഓരോ അധ്യായത്തിൽ നിന്ന് ഓരോ വാക്യം മാത്രം കാണിക്കും. സഹോദരന്മാരെ. അപ്പം എല്ലാ അധ്യായങ്ങളിലും പല പ്രാവശ്യം, ടോട്ടൽ 14 പ്രാവശ്യം സഹോദരന്മാരെ സഹോദരന്മാരെ എന്ന് വിളിച്ചിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ അവരോട് പറയുന്നത്. ഹാർട്ട് ടു ഹാർട്ട് ടോക്ക്, ഹൃദയം തുറന്നുള്ള സംഭാഷണം. നേരത്തെ കേട്ടില്ലേ, നിങ്ങൾക്ക് ഞങ്ങളെ കാണാനും ഞങ്ങൾക്ക് നിങ്ങളെ കാണാനും ആഗ്രഹം. അതുകൊണ്ട് അവർ അപ്പോസ്തലന്മാരെ മറന്നിട്ടില്ല, കർത്താവിൽ നിലനിൽക്കുന്നു. സ്ഥലത്തിൻ്റെ അകലം കൊണ്ട് കാണാൻ പറ്റുന്നില്ല. അതുകൊണ്ടാണല്ലോ ഹൃദയം കൊണ്ടല്ല മുഖം കൊണ്ട് അകന്നിരിക്കുന്നു എന്നൊക്കെ വായിച്ച് കേട്ടത് ഓർക്കുന്നുണ്ടാകുമല്ലോ. ആ സ്നേഹബന്ധത്തിൽ നിന്നാണ് ഈ ലേഖനം വന്നിരിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട ചിന്ത 5-ാം അധ്യായത്തിൻ്റെ 23-ാം വാക്യമാണ്. 5:23. സമാധാനത്തിന്റെ ദൈവം തന്നെ നിങ്ങളെ മുഴുവനും ശുദ്ധീകരിക്കുമാറാകട്ടെ. നിങ്ങളുടെ ആത്മാവും പ്രാണനും ദേഹവും അശേഷം നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ പ്രത്യക്ഷതയിൽ അനിന്യമായി വെളിപ്പെടും വണ്ണം കാക്കപ്പെടുമാറാകട്ടെ. ഒരുപാട് കാര്യങ്ങൾ ആ വാക്യത്തിനകത്തുണ്ട്, നമുക്കെല്ലാം ചിന്തിക്കാൻ സമയമില്ല. ശുദ്ധീകരണത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. സമാധാനത്തിൻ്റെ ദൈവം തന്നെ നിങ്ങളെ മുഴുവനും ശുദ്ധീകരിക്കുമാറാകട്ടെ. എവിടെ ശുദ്ധീകരിക്കേണ്ടത്? ആത്മാവ്, പ്രാണൻ, ദേഹം. മനുഷ്യൻ്റെ ശരീരം, മനസ്സ്, ആത്മാവ്, അതെല്ലാം ശുദ്ധീകരിക്കപ്പെടേണ്ടതാണ് എന്ന് അവിടെ അർത്ഥമുണ്ട്. എന്നാൽ അതിനേക്കാളെല്ലാം പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പ്രത്യക്ഷത. യേശുക്രിസ്തുവിൻ്റെ പ്രത്യക്ഷതയിൽ നമ്മൾ അനിന്യരായിട്ട്, ശരീരം, ആത്മാവ്, മനസ്സ് എല്ലാം അനിന്യമായിട്ട് വെളിപ്പെടണം. അതുകൊണ്ട് ഈ ലേഖനത്തിലെ പ്രധാനപ്പെട്ട വിഷയം യേശുക്രിസ്തുവിൻ്റെ പ്രത്യക്ഷതയാണ്. ഒരു പക്ഷേ നിങ്ങളുടെ എല്ലാം മനസ്സിലൊരു കാര്യം ഉണ്ടാകണം. എന്താ, നമ്മൾ ഈ ലേഖനങ്ങൾക്കൊരു ആമുഖം പഠിച്ചപ്പോൾ റോമ ലേഖനം മുതൽ ഇങ്ങനെ നമ്മൾ സഞ്ചരിച്ച്, കഴിഞ്ഞ ലേഖനം പഠിപ്പിച്ചപ്പോഴും ഞാനത് പറഞ്ഞിരുന്നു, നീതീകരണം മുതൽ ഇങ്ങോട്ട് മുമ്പോട്ട് വരികയാണെങ്കിൽ തെസ്സലോനിക്ക ലേഖനത്തിലേക്ക് വരുമ്പോൾ കർത്താവിൻ്റെ 2-ാം വരവ്, ആ പ്രത്യക്ഷതയിൽ എങ്ങനെ ഒരുക്കമുള്ളവരായിട്ട് നമ്മൾ അവൻ്റെ കൂടെ പോകാൻ തയ്യാറാകണമെന്നുള്ളതിലേക്കാണ് ഈ സഭകൾക്ക് എഴുതിയ ലേഖനങ്ങൾ. സഭകൾക്ക് എഴുതിയ ലേഖനങ്ങളുടെ അവസാന ഭാഗത്തായി ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത്. ഈ തെസ്സലോനിക്ക ലേഖനം 1ഉം 2ഉം കൂടെ കഴിയുമ്പോൾ സഭകൾക്കുള്ള ലേഖനങ്ങൾ തീരുകയാണ്. അപ്പോൾ സഭയെ പ്രിപ്പയർ ചെയ്തിട്ട് കർത്താവിൻ്റെ വരവിനായിട്ട് അവരെ ഒരുക്കുകയാണ്. അതുകൊണ്ട് പ്രധാനപ്പെട്ട വിഷയം യേശുവിൻ്റെ പ്രത്യക്ഷത. 1:10 യേശു സ്വർഗത്തിൽ നിന്ന് വരുന്നത് കാത്തിരിപ്പാൻ. ഒരു നീണ്ട വാക്യമാണ്. 1:9-10 ഒരുമിച്ചാണ് മലയാളത്തിൽ കിടക്കുന്നത്. 9-ാം വാക്യത്തിൽ ഇങ്ങനൊരു ഭാഗമുണ്ട്, യേശു സ്വർഗത്തിൽ നിന്ന് വരുന്നത് കാത്തിരിപ്പാൻ. യേശു സ്വർഗത്തിൽ നിന്ന് വരുന്നത് കാത്തിരിപ്പാനും. കണ്ടോ, യേശു സ്വർഗത്തിൽ നിന്ന് വരുന്നത് കാത്തിരിപ്പാൻ. നിങ്ങൾ വിഗ്രഹങ്ങളെ വിട്ട് ദൈവത്തിങ്കിലേക്ക് എങ്ങനെ തിരിഞ്ഞു വന്നു എന്നും അവർ തന്നെ പറയുന്നു. അപ്പൊ അങ്ങനെ വന്നത് കർത്താവിനെ സേവിപ്പാനാണ്. ഇപ്പൊ എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത്? യേശു സ്വർഗത്തിൽ നിന്ന് വരുന്നത് കാത്തിരിക്കുകയാണ്. 2:19 അവന്റെ പ്രത്യക്ഷതയിൽ. ഒരുപാട് വാക്യങ്ങളുണ്ട്. അവന്റെ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ മുൻപാകെ അവന്റെ പ്രത്യക്ഷതയിൽ. 3:13 നമ്മുടെ കർത്താവായ യേശു തന്റെ സകല വിശുദ്ധന്മാരുമായി വരുന്ന പ്രത്യക്ഷത. ഇങ്ങനെ നമ്മുടെ കർത്താവായ യേശു തന്റെ സകല വിശുദ്ധന്മാരുമായി വരുന്ന പ്രത്യക്ഷതയിൽ. 4:17 നാം അവരോട് ഒരുമിച്ച് ആകാശത്തിൽ കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും. പിന്നെ ജീവനോടെ ശേഷിക്കുന്ന നാം അവരോട് ഒരുമിച്ച് ആകാശത്തിൽ
കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും. അതിന്റെ മുകളിലോട്ടും കൂടെ കയറി വായിക്കുകയാണെങ്കിൽ കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരും. കർത്താവിന്റെ പ്രത്യക്ഷതയാണ്. നമ്മൾ കുറച്ചു മുമ്പ് വായിച്ച 5:23 കർത്താവായ യേശു ക്രിസ്തുവിന്റെ പ്രത്യക്ഷത. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ പ്രത്യക്ഷതയിൽ അനിന്യമായി വെളിപ്പെടും. 1, 2, 3, 4, 5 അധ്യായങ്ങളിൽ നിന്ന് ഓരോ വാക്യമാണ് ഞാനിപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തന്നത്. എല്ലാ അധ്യായത്തിലും എന്ത് വിഷയമുണ്ട്? യേശു ക്രിസ്തുവിന്റെ പ്രത്യക്ഷത. തെസ്സലോനിക്കക്കാർക്ക് 2 ലേഖനങ്ങൾ എഴുതി എന്ന് പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ. 1-ാം ലേഖനത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. ഈ 2 ലേഖനങ്ങളും കൂടെ ഒരുമിച്ച് വെച്ച് പരിശോധിച്ചാൽ 20 പ്രാവശ്യം യേശു ക്രിസ്തുവിൻ്റെ പ്രത്യക്ഷതയെക്കുറിച്ച് നേരിട്ട് അപ്പോസ്തലൻ പരാമർശിക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ 2 ലേഖനങ്ങളുടെയും പ്രധാനപ്പെട്ട വിഷയം യേശു ക്രിസ്തുവിൻ്റെ പ്രത്യക്ഷത, 2ാം വരവ് എന്നുള്ളതാണ്. 1-ാം ലേഖനത്തിൽ 5 അധ്യായങ്ങളാണ് ആകെപ്പാടെ ഉള്ളത്. ടോട്ടൽ 5 ചാപ്റ്റേഴ്സ്. ഇതിനെ 2ആയിട്ട് നമുക്ക് തിരിക്കാം. 1 മുതൽ 3 വരെയും 4, 5 അധ്യായങ്ങളും. വിഭജനം: ആദ്യത്തെ 3 അധ്യായങ്ങൾ, അവസാനത്തെ 2 അധ്യായങ്ങൾ. ആദ്യത്തെ 3 അധ്യായങ്ങൾക്ക് ലുക്കിംഗ് ബാക്ക്, പുറകോട്ട് നോക്കുക എന്ന് വേണമെങ്കിൽ പറയാം. 4, 5 അധ്യായങ്ങൾ ലുക്കിംഗ് ഫോർവേഡ്, മുന്നോട്ട് നോക്കുന്നു. ആദ്യത്തെ അധ്യായങ്ങൾ പുറകോട്ട് നോക്കുന്നു, പിന്നത്തെ അധ്യായങ്ങൾ മുന്നോട്ട് നോക്കുന്നു. പുറകോട്ട് നോക്കുന്നു എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ വ്യക്തിപരം, ചരിത്രപരം. അതായത് പൗലോസ് അപ്പോസ്തലൻ തെസ്സലോനിക്കയിൽ ചെന്നതും അവരോട് സുവിശേഷം പറഞ്ഞതും അവരത് സ്വീകരിച്ചതും അവരും പൗലോസും തമ്മിലുള്ള വ്യക്തിബന്ധവും ഒക്കെ ആയിട്ടുള്ള കാര്യങ്ങളാണ് വ്യക്തിപരം, അതുപോലെ തന്നെ ചരിത്രപരം എന്ന് പറഞ്ഞത്. മുമ്പോട്ട് നോക്കുക എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് പോരേണ്ടി വന്നു, പഠിപ്പിക്കാൻ പറ്റിയില്ല എന്നൊക്കെ പറഞ്ഞത് ഓർക്കുന്നുണ്ടല്ലോ. അപ്പോൾ തുടർന്ന് ഇനി എങ്ങനെ മുന്നോട്ട് ജീവിക്കണം, കർത്താവിൻ്റെ വരവ് വരെ. ഇനി പൗലോസിനോട് ചെല്ലാൻ പറ്റുമോ ഇല്ലയോ എന്നൊന്നും അറിയാൻ പാടില്ല. പക്ഷെ ആര് വരും? കർത്താവ് വരും. പൗലോസ് വരുമെന്നുള്ളത് ഉറപ്പല്ല, പക്ഷെ കർത്താവ് വരുമെന്നുള്ളത് ഉറപ്പാണ്. ആ കർത്താവിൻ്റെ വരവിൽ എടുക്കപ്പെടുന്ന തരത്തിൽ എങ്ങനെ ജീവിതത്തെ ക്രമീകരിച്ച് ജീവിക്കണം, അതാണ് മുന്നോട്ട് നോക്കുക എന്ന് പറഞ്ഞാൽ. നമുക്ക് ഈ 2 ഭാഗങ്ങളും ചുരുക്കത്തിൽ ഒന്നുകൂടെ ഓടിച്ചു നോക്കുമ്പോൾ, ആദ്യത്തെ 3 അധ്യായങ്ങൾ ലുക്കിംഗ് ബാക്ക്. നമ്മൾ പുറകോട്ട് നോക്കുമ്പോൾ പൗലോസ് കണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കഷ്ടതയുടെ നടുവിൽ ഉണ്ടായ, പെട്ടെന്നുള്ള തൻ്റെ സന്ദർശനത്തിൽ ഉണ്ടായ ഒരു സഭയാണെങ്കിലും ആ സഭ 7-ാം വാക്യത്തിൽ പറയുകയാണ് ഒരു മാതൃകാ സഭ, എ മോഡൽ ചർച്ച്. 1:7. അങ്ങനെ നിങ്ങൾ മക്കദോന്യയിലും അഖായയിലും വിശ്വസിക്കുന്നവർക്ക് എല്ലാവർക്കും മാതൃകയായി തീർന്നു. നിങ്ങൾ എല്ലാവർക്കും മാതൃകയായി തീർന്നു. അവിടെ നമുക്ക് ഈ സഭയെക്കുറിച്ച് പഠിക്കണം. എ മോഡൽ ചർച്ച്, ഒരു മാതൃകാ സഭയാണ്. എല്ലാവർക്കും, വിശ്വസിക്കുന്ന എല്ലാവർക്കും മാതൃകയായി തീർന്നു. 1-ാം അധ്യായത്തിൻ്റെ 3-ാം വാക്യം മുതൽ 3-ാം അധ്യായത്തിൻ്റെ 13-ാം വാക്യം വരെ പോൾ ഈസ് റിമൈൻഡഡ് ഓഫ് ദ ടൈം ദാറ്റ് ഹി സ്പെൻഡ് ഇൻ തെസ്സലോനിക്ക. തെസ്സലോനിക്കയിൽ താൻ ചെലവഴിച്ച സമയം അനുസ്മരിക്കുകയാണ് ചെയ്യുന്നത്. അതിൻ്റെ ഫലമായിട്ട് ഈ വിശ്വാസികൾക്ക് വിശ്വാസം, സ്നേഹം, പ്രത്യാശ ഒക്കെ ഉണ്ടായതായിട്ട് 2-3 വാക്യങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. 1-ാം അധ്യായത്തിൻ്റെ 2-3 വാക്യങ്ങൾ വായിച്ചാൽ ഈ വാക്കുകൾ വരുന്നുണ്ടോ എന്ന് നോക്കുക. ക്രിസ്തീയ ജീവിതത്തിൻ്റെ ആകത്തുകയാണെന്ത്? വിശ്വാസം, പ്രത്യാശ, സ്നേഹം. വായിക്കാം. ഞങ്ങളുടെ പ്രാർത്ഥനയിൽ നിങ്ങളെ സ്മരിച്ചുകൊണ്ട് നിങ്ങളുടെ വിശ്വാസത്തിന്റെ വേലയും, വിശ്വാസത്തിന്റെ വേല, സ്നേഹപ്രയത്നവും, നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള പ്രത്യാശയുടെ സ്ഥിരത. കണ്ടോ? വിശ്വാസം, സ്നേഹം, പ്രത്യാശ. ഈ 3 കാര്യങ്ങളും ഈ സഭയിൽ വളർന്നു വരുവാനായിട്ട് ഇടയായി. ഏത് സഭയ്ക്കും ഈ 3 കാര്യങ്ങളാണ് വേണ്ടത്. കാരണം വിശ്വാസം, പ്രത്യാശ, സ്നേഹം, ഈ 3 നിലനിൽക്കുന്നു. ഇതിൽ വലുതോ സ്നേഹം തന്നെ. 9-ാം വാക്യം ഒരു സാക്ഷ്യമാണ്, ഈ സഭയുടെ ഒരു സാക്ഷ്യമാണ്. ഇവർ ഈ നിലയിൽ എത്തിയത് എങ്ങനെ? 3 കാര്യങ്ങൾ അവിടെ ഉണ്ട്: പാസ്റ്റ്, പ്രസൻറ്റ് ആൻഡ് ഫ്യൂച്ചർ. ഇവരെന്തായിരുന്നു, ഇപ്പോൾ എന്തായിരിക്കുന്നു, ഭാവിയിൽ എന്ത് വേണം. നമുക്ക് ആ 9-ാം വാക്യം വലിയ വാക്യമാണ്. ഇംഗ്ലീഷ് ബൈബിളിൽ 9ഉം 10ഉം ഉണ്ട്, മലയാളത്തിൽ 9 വാക്യം മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് ആ വാക്യം വലുതായിരിക്കുന്നത്. വാക്യം വായിച്ചാട്ടെ. ഞങ്ങൾക്ക് നിങ്ങളുടെ അടുക്കൽ എങ്ങനെയുള്ള പ്രവേശനം സാധിച്ചുവെന്നും ജീവനുള്ള സത്യദൈവത്തെ സേവിപ്പാനും. അപ്പം ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇവർ ജീവനുള്ള സത്യദൈവത്തെ സേവിക്കുന്നു. പ്രസന്റ്, അവർ ജീവനുള്ള സത്യദൈവത്തെ സേവിക്കുന്നു. അവൻ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ച തന്റെ പുത്രനും വരുവാനുള്ള കോപത്തിൽ നിന്ന് നമ്മെ വിടിവിക്കുന്നവനുമായ യേശു സ്വർഗത്തിൽ നിന്ന് വരുന്നത് കാത്തിരിപ്പാനും. ദാറ്റ് ഈസ് ഫ്യൂച്ചർ. ഭാവിയിൽ യേശു സ്വർഗത്തിൽ നിന്ന് വരുന്നത് കാത്തിരിക്കുന്നു. നിങ്ങൾ വിഗ്രഹങ്ങളെ വിട്ട് ദൈവത്തിങ്കിലേക്ക് എങ്ങനെ തിരിഞ്ഞു വന്നു എന്നും. അത് പാസ്റ്റ്.
അവിടെയാണ് തുടങ്ങിയത്. ഇവർ വിഗ്രഹാരാധികളായിരുന്നു. അപ്പം ഇനി നമ്മളുടെ ക്രമത്തിലൊന്ന് പറയുകയാണെങ്കിൽ ഇവരെ വിഗ്രഹാരാധികളായിരുന്നു, ദൈവത്തെ പരിചയമില്ലാത്തവരായിരുന്നു, വിഗ്രഹങ്ങളെ വിട്ട് സത്യ ദൈവത്തിലേക്ക്, ജീവനുള്ള ദൈവത്തിലേക്ക് തിരിഞ്ഞു വന്നു. ദാറ്റ് ഈസ് ദ പാസ്റ്റ് എക്സ്പീരിയൻസ്. ഇപ്പം അവരെന്താ ചെയ്യുന്നത്? ജീവനുള്ള സത്യദൈവത്തെ സേവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി അവർ ഭാവിയിൽ എന്താണ് പ്രതീക്ഷിക്കുന്നതെന്ന് ചോദിച്ചാൽ യേശു സ്വർഗത്തിൽ നിന്ന് വരുന്നത് അവർ കാത്തിരിക്കുകയാണ് ചെയ്യുന്നത്. അതാണ് ഒരു സാക്ഷ്യം. മനസ്സിലായോ? സാക്ഷ്യം പറയാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്കും ഈ വാക്യം നല്ലൊരു മോഡലാണ്. വിഗ്രഹങ്ങളെ വിട്ട് ജീവനുള്ള ദൈവത്തിലേക്ക് തിരിഞ്ഞു വന്നു, ഇപ്പോൾ ജീവനുള്ള സത്യദൈവത്തെ സേവിക്കുന്നു. ഇനി കർത്താവായ യേശു ക്രിസ്തു സ്വർഗത്തിൽ നമ്മളെ ചേർക്കാൻ വരുന്നത് കാത്തിരിക്കുന്നു. ആ വാക്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. വാസ്തവത്തിൽ 1-ാം അധ്യായത്തിൽ 2 പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ, ഒന്നാമത് 5 പ്രധാനപ്പെട്ട ഉപദേശങ്ങൾ ഉണ്ട്. ഓരോ വാക്യങ്ങളൊക്കെ ഉള്ളൂ. പക്ഷേ ഇന്ന് ബൈബിൾ കോളേജുകളിലോ ബൈബിൾ ശാസ്ത്രജ്ഞന്മാരോ ഒക്കെ ബൈബിൾ തിയോളജിക്കൽ എക്സസൈസ് നടത്തുന്ന ആളുകൾ ഇവിടുന്ന് തിരഞ്ഞെടുത്ത 5 കാര്യങ്ങൾ പ്രധാനമായിട്ട് പഠിക്കുന്നുണ്ട്. ഒന്ന്, 4-ാം വാക്യത്തിൽ തെരഞ്ഞെടുപ്പ്, ഇലക്ഷൻ. 1-4 തെരഞ്ഞെടുപ്പുണ്ടോ എന്ന് നോക്കിയേ. നിങ്ങളുടെ തിരഞ്ഞെടുപ്പിനെ അറിയുന്നുവല്ലോ. തിരഞ്ഞെടുപ്പ് അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. 5-6 വാക്യങ്ങളിൽ പരിശുദ്ധാത്മാവിനെ കുറിച്ച് 2 പ്രാവശ്യമെങ്കിലും പറയുന്നുണ്ട്. ഹോളി സ്പിരിറ്റ്, അനദർ തിയോളജിക്കൽ, പരിശുദ്ധാത്മാവോടും ബഹുനിശ്ചയത്തോടും കൂടെ. അപ്പോൾ വേറൊരു കാര്യം കൂടെ 5-ാം വാക്യത്തിൽ, ബഹുനിശ്ചയം, അതായത് അഷുറൻസ് ഓഫ് സാൽവേഷൻ. മനസ്സിലായോ? തെരഞ്ഞെടുപ്പ്, പരിശുദ്ധാത്മാവ്, രക്ഷാനിർണയം, ബഹുനിശ്ചയം. അതുപോലെ തന്നെ ആദ്യത്തെ വാക്യങ്ങൾ വായിക്കുമ്പോൾ ട്രിനിറ്റി, തൃത്വത്തെക്കുറിച്ച് 1-ാം വാക്യം വായിച്ചാൽ പിതാവായ ദൈവത്തെയും കർത്താവായ യേശുക്രിസ്തുവിനെയും കാണാം. പിതാവായ ദൈവത്തിലും കർത്താവായ യേശുക്രിസ്തുവിലുമുള്ള. പിന്നെ 5-6 വാക്യങ്ങളിൽ പരിശുദ്ധാത്മാവിനെ നമ്മൾ കണ്ടല്ലോ. അപ്പോൾ ആദ്യത്തെ വാക്യങ്ങളിൽ തന്നെ ട്രിനിറ്റി ഉണ്ട്. പിതാവായ ദൈവം, കർത്താവായ യേശുക്രിസ്തു, പരിശുദ്ധാത്മാവ്. 9-ാം വാക്യത്തിൽ ഇപ്പം നമ്മൾ വായിച്ചിരുന്നു, വിഗ്രഹങ്ങളെ വിട്ട് ജീവനുള്ള ദൈവത്തിലേക്ക് തിരിഞ്ഞു. ദാറ്റ് ഈസ് മാനസാന്തരം, റിപ്പൻറ്റൻസ്. അപ്പോൾ ഇങ്ങനെയുള്ള ഉപദേശ വിഷയങ്ങൾ എത്ര സിമ്പിളായിട്ടും എത്ര ഭംഗിയായിട്ടും അല്ലേ ഇതിൽ നിന്ന് പഠിക്കാനായിട്ട് നമ്മൾ എന്തുമാത്രം സമയവും ഗുസ്തിയും റിസർച്ചും ഒക്കെ ചെയ്യുന്നു. പക്ഷേ ഇതൊന്നുമില്ലാതെ വളരെ ലളിതമായിട്ട് പരിശുദ്ധാത്മാവിൻ്റെ സഹായത്തോടെ, ഞാൻ തിയോളജി പഠിപ്പിക്കുകയാണെന്നൊന്നും പറയാതെ ഇതാ ഈ വിഷയങ്ങളൊക്കെ അനായാസം പൗലോസ് കൈകാര്യം ചെയ്യുന്നതാണ് ഒരു ഭാഗം. അതേ സമയം തന്നെ 1-ാം അധ്യായത്തിൽ പറയുന്നത് യേശു ക്രിസ്തുവിൻ്റെ 2-ാം വരവിനെ, അതൊരു ഉപദേശമാണ്. എസ്കാറ്റോളജി അല്ലേ? കർത്താവിൻ്റെ അന്ത്യകാല സംഭവങ്ങൾ, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ 2-ാം വരവ്, യേശു സ്വർഗത്തിൽ നിന്ന് വരുന്നത്. നമുക്ക് മുന്നോട്ട് പോകുമ്പോൾ 2-ാം അധ്യായത്തിൽ നാം ശരിക്കും കാണുന്ന കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ഒരു റെമിനിസൻസ് ആണല്ലോ, പഴയ കാര്യങ്ങൾ ഓർക്കുകയാണ്. പക്ഷേ അവിടുന്ന് പഠിക്കേണ്ട കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ദൈവദാസന്മാർ എങ്ങനെയാണ് ശുശ്രൂഷിക്കേണ്ടത്. അപ്പോസ്തലനും കൂടെ ഉണ്ടായിരുന്ന ആളുകളും, അതായത് ശീലാസും തിമോത്തിയോസും ഒക്കെ ശുശ്രൂഷിച്ച കാര്യമാണ് അവിടെ അനുസ്മരിക്കുന്നത്. പക്ഷെ അത് ശ്രദ്ധിച്ച് വായിക്കുകയാണെങ്കിൽ നമുക്ക് കിട്ടുന്നൊരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ദൈവദാസന്മാർ ഏത് സ്ഥലത്ത് ചെന്നാലും എങ്ങനെയാണ് ശുശ്രൂഷിക്കേണ്ടത്. പൗലോസും കൂടെയുള്ളവരും ശുശ്രൂഷിച്ചതുപോലെ ഞങ്ങളെ അനുകരിക്കാം എന്ന് അദ്ദേഹം ഇടയ്ക്ക് പറയുന്നുണ്ട്. അതുകൊണ്ട് പൗലോസിനെ അനുകരിക്കുകയാണെങ്കിൽ ഇങ്ങനെയൊക്കെയാണ് ശുശ്രൂഷിക്കേണ്ടത് എന്ന് അവിടെ ഉണ്ട്. ഞാനതിങ്ങനെ ഒന്ന് പറയാം. 2-ാം അധ്യായത്തിൻ്റെ ആദ്യത്തെ 6 വാക്യങ്ങളിൽ നമ്മുടെ ശുശ്രൂഷയുടെ ലക്ഷ്യം, പ്രവർത്തന ശൈലി അത് വിവരിച്ചിട്ടുണ്ട്. എന്താണ് ലക്ഷ്യം, എങ്ങനെയായിരിക്കണം പ്രവർത്തന ശൈലി. അവിടെ നിങ്ങൾ വായിച്ചാൽ വളരെ പോരാട്ടത്തോടെ, കഷ്ടവും അപമാനവും ഒക്കെ സഹിച്ചിട്ടാണ് ഈ സുവിശേഷം സുഗമമായിട്ടല്ല അറിയിച്ചത്. എന്നിട്ട് പറയുന്നുണ്ട്, ഞങ്ങളെ സുവിശേഷം ഭരമേൽപ്പിക്കുവാൻ തക്കവണ്ണം ഞങ്ങൾ ദൈവത്തിന് കൊള്ളാകുന്നവരായി തെളിഞ്ഞു. അപ്പോൾ അങ്ങനെയുള്ള ആളുകളെ സുവിശേഷം, അവരാണ് ശുശ്രൂഷകന്മാർ. മനസ്സിലായി? സുഖലോലുപന്മാരായിട്ട് ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ നടക്കുന്നവരല്ല. ദൈവം സുവിശേഷം ഭരമേൽപ്പിക്കുവാൻ കൊള്ളാകുന്നവരായി തെളിഞ്ഞു, പോരാട്ടത്തിൻ്റെ നടുവിൽ, കഷ്ടതയുടെ നടുവിൽ, അപമാനത്തിൻ്റെ നടുവിൽ. പിന്നെ 7-ാം വാക്യം മുതൽ 12-ാം വാക്യം വരെ പ്രസംഗകരായ ശുശ്രൂഷകന്മാരുടെ സ്വഭാവവും പെരുമാറ്റവും എങ്ങനെയായിരിക്കണം, ഒരു ശുശ്രൂഷകൻ്റെ സ്വഭാവം എങ്ങനെയായിരിക്കണം, പെരുമാറ്റം എങ്ങനെയായിരിക്കണം. നമ്മൾ ഒരു സഭ സ്ഥാപിക്കുന്നതിനോ അല്ലെങ്കിൽ ആത്മാക്കളെ കർത്താവിന് വേണ്ടി നേടുന്നതിനോ പോകുമ്പോൾ ഒരമ്മയുടെയും അപ്പൻ്റെയും സ്വഭാവം വേണം. ആ വാക്യങ്ങൾ വായിക്കണം. അമ്മ ചെയ്യുന്നത് പോലെ ആർദ്രതയുള്ളവരായിരുന്നു, ഓമനിക്കുന്നവരായിരുന്നു, പ്രാണൻ വെച്ചു കൊടുക്കുവാൻ ഒരുക്കമായിരുന്നു, രാവും പകലും വേല ചെയ്തു, ആർക്കും ഭാരമായി തീരരുതെന്ന് ചിന്തിച്ചു. ഇങ്ങനത്തെ വേലക്കാരൊന്നുണ്ടോ എന്ന് നമ്മൾ അന്വേഷിക്കേണ്ടതാണ്. ഞാൻ ഒന്നുകൂടെ പറയാം. ഒരമ്മ ചെയ്യുന്നത് പോലെ ആർദ്രതയോടെ ഓമനിച്ചുകൊണ്ട്, വേണമെങ്കിൽ പ്രാണൻ വെച്ചു കൊടുക്കുവാൻ തയ്യാറായിട്ട്, രാവും പകലും വേല ചെയ്ത് ആർക്കും ഭാരമായി തീരരുത് എന്ന് ചിന്തിച്ചാണ്. ആ മനസ്സ് വേണം.
ഒരപ്പൻ ചെയ്യുന്നത് പോലെ പ്രബോധിപ്പിച്ചു, ഉത്സാഹിപ്പിച്ചു, സാക്ഷ്യം പറഞ്ഞു. അതൊക്കെ വാക്യങ്ങളിലുണ്ട്. 7 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ വായിക്കുക. 13 മുതൽ 16 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ ശുശ്രൂഷകന്മാരുടെ സന്ദേശം എന്തായിരിക്കണം? എന്തെങ്കിലും പറയാനല്ല പോകുന്നത്. മനസ്സിലായോ? സന്ദേശം എന്താണ്? 13-ാം വാക്യം വായിക്കേണ്ടതാണ്. 13-ാം വാക്യമാണ് സന്ദേശം. അവർ പ്രസംഗിച്ചത് ദൈവവചനമാണ്. വായിച്ചേ. ഞങ്ങൾ പ്രസംഗിച്ച ദൈവവചനം. അപ്പൊ ഞങ്ങൾ എന്താ പ്രസംഗിച്ചത്? ഞങ്ങൾ നിന്ന് എന്തെങ്കിലുമൊക്കെ പ്രസംഗിക്കുകയല്ല ചെയ്തത്, കൗൺസിലിംഗ് കൊടുക്കുകയല്ല ചെയ്തത്. അവരെന്താ ചെയ്തത്? ദൈവവചനം. അവര് ദൈവവചനം പ്രസംഗിച്ചു. എന്നിട്ട് എന്ത് സംഭവിച്ചു? നിങ്ങൾ കേട്ടു. ഞങ്ങൾ പ്രസംഗിച്ച ദൈവവചനം നിങ്ങൾ കേട്ടു. മനുഷ്യന്റെ വചനമായിട്ടല്ല, ഞങ്ങൾ മനുഷ്യരാണെങ്കിലും മനുഷ്യരുടെ വചനമായിട്ടല്ല, സാക്ഷാലാകുന്നത് പോലെ ദൈവവചനമായിട്ട് തന്നെ കൈക്കൊണ്ടതിനാൽ ഞങ്ങൾ ദൈവത്തെ ഇടവിടാതെ സ്തുതിക്കുന്നു. വിശ്വസിക്കുന്ന നിങ്ങളിൽ അത് വ്യാപരിച്ചു കൊണ്ടിരിക്കുന്നു. അപ്പൊ നമ്മുടെ സന്ദേശം, പ്രസംഗ വിഷയം എന്തായിരിക്കണം എന്നുള്ളത് വളരെ ക്ലിയർ ആണ്, അല്ലേ? അല്ല, ഈ തെസ്സലോനിക്ക സഭ ഉണ്ടായതിനെ കുറിച്ച് നിങ്ങൾ അപ്പോസ്തല പ്രവൃത്തി 17-ാം അധ്യായത്തിൽ പോയി വായിക്കുകയാണെങ്കിൽ പൗലോസ് തന്നെ ചെയ്തത് എന്താണെന്ന് അവിടെ പറഞ്ഞിട്ടുണ്ട്. അവൻ ശബത്തുകളിൽ പള്ളിയിൽ ചെന്ന് തിരുവെഴുത്തുകളെ ആധാരമാക്കി ക്രിസ്തുവിനെ പ്രസംഗിച്ചു. അപ്പൊ അതാണ് അദ്ദേഹം ചെയ്തത്. അതിവിടെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. എന്നിട്ട് 17 മുതൽ 20 വരെയുള്ള വാക്യങ്ങളിൽ ഇങ്ങനെ ശുശ്രൂഷിച്ചാൽ പ്രതിഫലമുണ്ട്. എന്താണ് ആ പ്രതിഫലം എന്ന് പറഞ്ഞിട്ടുണ്ട്. 19-ാം വാക്യം മാത്രം നമുക്ക് വായിക്കുകയാണെങ്കിൽ, നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ മുൻപാകെ അവന്റെ പ്രത്യക്ഷതയിൽ ഞങ്ങളുടെ ആശയോ സന്തോഷമോ പ്രശംസാ കിരീടമോ ആരാകുന്നു? നിങ്ങളുമല്ലയോ? നിങ്ങളാണ് ഞങ്ങളുടെ പ്രശംസാ കിരീടം. ഞങ്ങളുടെ മഹത്വവും സന്തോഷവും നിങ്ങൾ തന്നെ. നിങ്ങൾ തന്നെ. അപ്പൊ നിങ്ങളെ ദൈവസന്നിധിയിൽ വിശ്വസ്തരായി തേജസ്സുള്ളവരായി പ്രസന്റ് ചെയ്യുന്നതാണ് ഞങ്ങളുടെ പ്രശംസ. അതാണ് ഞങ്ങളുടെ കിരീടം. അതല്ലാതെ നിങ്ങളുടെ പണം കിട്ടുന്നതോ അവിടെ ഒരു സ്ഥാനം ഉണ്ടാകുന്നതോ ഒരു പേരുണ്ടാക്കുന്നതോ അല്ല. അതുകൊണ്ടാണല്ലോ രാവും പകലും അധ്വാനിച്ചു നിങ്ങളിൽ ആർക്കും ഒരു തരത്തിലും ഭാരമായി തീരരുത് എന്ന് കരുതി. ഇങ്ങനെയൊക്കെയാണോ ഇന്ന് നാം വേല ചെയ്യുന്നത് എന്നുള്ളത് ഇത് കേൾക്കുന്ന ആളുകളൊന്ന് ആത്മശോധന ചെയ്യുന്നത് നന്നായിരിക്കും. നിങ്ങളെ എന്ത് വില കൊടുത്തും ദൈവസന്നിധിയിൽ നിർമ്മല കന്യകയായി തേജസ്സുള്ളവരായി പ്രസന്റ് ചെയ്യണം എന്നുള്ളൊരാഗ്രഹം, അതാണ് ഞങ്ങൾക്കുള്ള പ്രശംസ, അതാണ് ഞങ്ങൾക്കുള്ള പ്രതിഫലം. ഈ കാഴ്ചപ്പാടോടുകൂടിയാണ് അവരവിടെ ശുശ്രൂഷിച്ചത്. 3-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ സഭയ്ക്കായിട്ടുള്ള പൗലോസിൻ്റെ കരുതലാണ് നമ്മൾ കാണുന്നത്. 3-ാം അധ്യായത്തിൻ്റെ ആദ്യത്തെ 5 വാക്യങ്ങൾ വായിക്കുമ്പോൾ ഈ കഷ്ടതയുടെ നടുവിലും സഭയെ സ്ഥിരപ്പെടുത്തുവാനുള്ള തൻ്റെ ആഗ്രഹം. കഷ്ടതയാണ്, പക്ഷെ വീണ്ടും അങ്ങോട്ട് പോകാൻ, നമ്മൾ നേരത്തെ ആ ഇൻട്രഡക്ഷൻ പറഞ്ഞ സമയത്തെ കാര്യം ഓർക്കുക. പല പ്രാവശ്യം അങ്ങോട്ട് മടങ്ങി പോകണമെന്ന് അദ്ദേഹത്തിന് ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷേ സാത്താൻ തടുത്തു, പോകാനായിട്ട് കഴിഞ്ഞില്ല. അതുകൊണ്ട് അടങ്ങിയിരുന്നോ? ഇല്ല. പിന്നെ എന്ത് ചെയ്തു? തിമത്തിയോസിനെ അങ്ങോട്ട് അയച്ചു. അങ്ങനെ ആ കഷ്ടതയുടെ നടുവിലും വിശ്വാസികളെ സ്ഥിരപ്പെടുത്തണം. ഇതാണ് കമ്മിറ്റ്മെന്റ്, സമർപ്പണം എന്ന് പറയുന്നത്. സ്നേഹത്തോടെ സമർപ്പണത്തോടെ ആ സഭയ്ക്ക് വേണ്ടി കരുതുന്ന പൗലോസിനെ നമുക്ക് കാണാം. 6 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ 3-ാം അധ്യായത്തിൽ നിന്ന് വായിക്കുമ്പോൾ തിമത്തിയോസ് കൊണ്ടുവന്ന നല്ല വാർത്തയാണ് നമ്മൾ കാണുന്നത്. നിങ്ങൾ കർത്താവിൽ നിലനിൽക്കുന്നു എന്നുള്ള കാര്യം അറിഞ്ഞപ്പോൾ സന്തോഷമായി, നന്ദി ദൈവത്തിന് അർപ്പിച്ചു. എന്നിട്ട് 9 മുതൽ 13 വരെയുള്ള വാക്യങ്ങൾ പറയുകയാണ്, ഞങ്ങൾ രാവും പകലും വളരെ താല്പര്യത്തോടെ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. എന്താ പ്രാർത്ഥിക്കുന്നത്? കർത്താവെ അവരുടെ രോഗികളെയൊക്കെ സൗഖ്യമാക്കണം, അവർക്ക് സാമ്പത്തിക സഹായം കൊടുക്കണം എന്നാണ് പ്രാർത്ഥിച്ചത്? അല്ല, കർത്താവിൻ്റെ പ്രത്യക്ഷതയിൽ നിങ്ങൾ അനിന്യരായി വെളിപ്പെടുവാൻ. അതാണ് പ്രാർത്ഥിക്കേണ്ടത്. 13-ാം വാക്യം ഒന്ന് വായിക്കുന്നത് നല്ലതായിരിക്കും. അതുകൊണ്ട് എന്താണ് അവർ പ്രാർത്ഥിച്ചത്? നമ്മൾ പ്രാർത്ഥിക്കുന്നത് പോലെയാണോ അവരുടെ പ്രാർത്ഥന? താല്പര്യം അവരെ സൂചിപ്പിക്കാൻ വേണ്ടിയല്ല, ആത്മീയമായിട്ട് കറക്റ്റായിട്ട് ദൈവം കൊടുത്ത ദൗത്യം. 13-ാം വാക്യം, ഇങ്ങനെ നമ്മുടെ കർത്താവായ യേശു തന്റെ സകല വിശുദ്ധന്മാരുമായി വരുന്ന പ്രത്യക്ഷതയിൽ നമ്മുടെ ദൈവവും പിതാവുമായവന്റെ മുൻപാകെ വിശുദ്ധീകരണത്തിൽ അനിന്യരായി വെളിപ്പെടുമണ്ണം നിങ്ങളുടെ ഹൃദയങ്ങളെ സ്ഥിരപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. അപ്പം ഈ കർത്താവ് വരുന്ന സമയത്ത് അനിന്യരായി തീരുവാൻ, ലജ്ജിച്ചു പോകാൻ വകയില്ലാത്ത ആളുകളായി അവിടെ പ്രത്യക്ഷപ്പെടുവാൻ തക്കവണ്ണം കർത്താവ് അവരെ സഹായിക്കേണ്ടതിന് വേണ്ടിയാണ് രാവും പകലും അവർ വളരെ താല്പര്യത്തോടെ പ്രാർത്ഥിച്ചത്. അപ്പോൾ ഈ 3-ാം അധ്യായത്തിൽ സഭയ്ക്ക് വേണ്ടിയുള്ള പൗലോസിൻ്റെ കരുതലാണ് നമ്മൾ കാണുന്നത്. 2-ാമത്തെ ഭാഗം 4-5 അധ്യായങ്ങളാണല്ലോ. അവിടെ മുന്നോട്ട് നോക്കുന്നു, ലുക്കിംഗ് ഫോർവേഡ്. അപ്പോൾ തുടർന്ന് എങ്ങനെ ജീവിക്കണം. അപ്പോൾ 4-ാം അധ്യായത്തിൽ വിശ്വാസിയുടെ ഒരു പ്രത്യാശാ ജീവിതത്തെ, ഹോപ്പ് ആൻഡ് വാക്ക് എന്ന് വേണമെങ്കിൽ പറയാം. നടക്കുന്ന കൂട്ടത്തിൽ തന്നെ പ്രത്യാശയോടെയാണ് നടക്കുന്നത്. കർത്താവ് ഇന്നല്ലെങ്കിൽ നാളെ വരും. ആ പ്രത്യാശയോടുകൂടിയുള്ള ജീവിതത്തെയാണ് 4-ാം അധ്യായം ചിത്രീകരിക്കുന്നത്. 5-ാം അധ്യായത്തിൽ വിശ്വാസികൾ ഉറങ്ങാതെ
ഉണർന്ന് സുബോധത്തോടെ കർത്താവിൻ്റെ വരവിനായി കാത്തിരിക്കണം. നമ്മളിങ്ങനെ പ്രത്യാശയോടെ നടക്കുന്നു എന്ന് പറയുമ്പോൾ ഏത് സമയത്തും കർത്താവ് വരാം, പെട്ടെന്ന് കർത്താവിൻ്റെ പ്രത്യക്ഷത ഉണ്ടാകാം. അതുകൊണ്ട് ഉറങ്ങിപ്പോകാതെ ഉണർന്നിരിക്കുകയും സുബോധമുള്ളവരായിട്ട് കർത്താവിൻ്റെ വരവിനായിട്ട് കാത്തിരിക്കുകയും വേണം. ആര്? തെസ്സലോനിക്കക്കാരല്ലേ? അല്ല, ഇപ്പോൾ തെസ്സലോനിക്കയിലുള്ളവരല്ല, നമ്മൾ ഇത് കേൾക്കുന്ന നമ്മൾ ഓരോരുത്തരും ഉറങ്ങാതെ ഉണർന്ന് സുബോധമുള്ളവരായിട്ട് കർത്താവിൻ്റെ വരവിനായിട്ട് അതിനാണല്ലോ നമ്മളിത് പഠിക്കുന്നത്. നമുക്ക് 4-ാം അധ്യായത്തിൻ്റെ ആദ്യത്തെ 12 വാക്യങ്ങളിൽ പറഞ്ഞിരിക്കുന്ന കാര്യം ഒരൊറ്റ വാക്യത്തിൽ സംഗ്രഹിക്കാം. 4:3 ദൈവത്തിന്റെ ഇഷ്ടമോ നിങ്ങളുടെ ശുദ്ധീകരണം തന്നെ. ദൈവത്തിന്റെ ഇഷ്ടമോ നിങ്ങളുടെ ശുദ്ധീകരണം തന്നെ. അപ്പൊ മുമ്പോട്ടുള്ള ജീവിതത്തിൽ നിങ്ങളിപ്പോൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നു, ഇനി എന്ത് സംഭവിക്കണം? ശുദ്ധീകരിക്കപ്പെടണം. കർത്താവ് വരും എന്ന് പ്രത്യാശയുണ്ടെങ്കിൽ അവനിൽ ഈ പ്രത്യാശയുള്ളവനൊക്കെ അവൻ നിർമ്മലനായിരിക്കുന്നത് പോലെ തങ്ങളെ തന്നെ നിർമ്മലീകരിക്കണം. കാരണം ശുദ്ധീകരണം കൂടാതെ ആരും കർത്താവിനെ കാണുകയല്ല. ദൈവത്തിന്റെ ഇഷ്ടം നിങ്ങളുടെ ശുദ്ധീകരണം. 4-ാം അധ്യായത്തിന്റെ 11-12 വാക്യങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ കർത്താവിന്റെ വരവിന് വേണ്ടി നോക്കി പാർക്കുന്ന സമയത്ത് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ എന്താണെന്ന് ചോദിച്ചാൽ, ഒന്നാമത് പുറത്തുള്ളവരോട് മര്യാദയായിട്ട് നടക്കണം. ഞാൻ കർത്താവിൻ്റെ വരവിന് വേണ്ടി കാത്തിരിക്കുകയാണെന്നുള്ളത് കൊണ്ട് കർത്താവ് നാളെ വരും, നിങ്ങളൊക്കെ എന്ത് ചെയ്താലും കുഴപ്പമില്ല, ഞാനിങ്ങനെയാണ്, അങ്ങനല്ല. പുറത്തുള്ളവരോട് മര്യാദ, അടങ്ങി പാർക്കണം, സ്വന്തം കാര്യം നോക്കണം, സ്വന്തം കൈ കൊണ്ട് വേല ചെയ്യണം. ഇതിനകത്തൊക്കെ ഒരു അഭിമാനം വേണം. അത് വായിക്കുന്നത് നല്ലതാണ്. 11-12 വാക്യങ്ങൾ. പുറത്തുള്ളവരോടും മര്യാദയായി നടപ്പാനും. കണ്ടോ? പുറത്തുള്ളവരോട് മര്യാദയായിട്ട് നടക്കണം, ഒന്നിനും മുട്ടില്ലാതിരിപ്പാനും വേണ്ടി ഞങ്ങൾ നിങ്ങളോട് ആജ്ഞാപിച്ചതുപോലെ അടങ്ങി പാർക്കണം. മനസ്സിലായോ? അല്ലാതെ അടിച്ച് തകർത്ത് ജീവിക്കണമെന്നല്ല, ഒതുങ്ങി പാർക്കണം. സ്വന്തം കാര്യം നോക്കുവാനും അവരവരുടെ കാര്യം നോക്കണമെന്ന്. എല്ലാത്തിലും പോയി തലയിടേണ്ട കാര്യമില്ല, പരകാര്യത്തിൽ ഇടപെടേണ്ട, സ്വന്തം കാര്യം നോക്കണം. സ്വന്തം കൈകൊണ്ട് വേല ചെയ്യണം. അഭിമാനം തോന്നണമെന്നും ഈ കാര്യങ്ങളിലൊരു അഭിമാനം വേണമെന്ന്. അങ്ങനെയാണ് കർത്താവിന് വേണ്ടി കാത്തിരിക്കേണ്ടത്. 4-ാം അധ്യായത്തിന്റെ 13 മുതൽ 18 വരെയുള്ള വാക്യങ്ങൾ സഭയുടെ ഭാഗ്യകരമായ പ്രത്യാശ എന്താണെന്നുള്ളതാണ് കാണിച്ചു തരുന്നത്. കർത്താവിൻ്റെ മേഘപ്രത്യക്ഷതയെക്കുറിച്ചാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. കർത്താവിൻ്റെ വരവിൽ മരിച്ചവർ ഉയർത്തെഴുന്നേൽക്കും, വിശ്വാസികൾ രൂപാന്തരപ്പെടും, അന്ന് ജീവിച്ചിരിക്കുന്നവർ രൂപാന്തരപ്പെടും. ഇങ്ങനെ നാം എപ്പോഴും കർത്താവിനോട് കൂടെ ആയിരിക്കും. ആ ഭാഗം വളരെ ഫെമിലിയർ ആണ്, നിങ്ങളത് വായിച്ചോണം. 5-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ 5-ാം അധ്യായത്തിൽ 2 കാര്യങ്ങളാണ് ഉള്ളത്. ആദ്യത്തെ 10 വാക്യങ്ങളിൽ കർത്താവിൻ്റെ വരവിനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. കർത്താവിൻ്റെ വരവ് എങ്ങനെയായിരിക്കും? കർത്താവിൻ്റെ വരവ് പെട്ടെന്നായിരിക്കും. അതാണ് അവിടുത്തെ വിഷയം. കർത്താവിൻ്റെ വരവ് എങ്ങനെയായിരിക്കും? പെട്ടെന്ന്. കള്ളൻ വരുന്നത് പോലെ, ഗർഭിണിക്ക് പ്രസവവേദന ഉണ്ടാകുന്നത് പോലെ പെട്ടെന്ന് ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ പെട്ടെന്ന് കർത്താവ് വരുമ്പോൾ കർത്താവിനെ സ്വീകരിക്കുന്നതിനായിട്ട് വിശ്വാസികൾ എന്ത് ചെയ്തുകൊണ്ടിരിക്കണമെന്നുള്ളതാണ് 11 മുതൽ 27 വരെയുള്ള വാക്യങ്ങളിൽ പറഞ്ഞിരിക്കുന്നത്. എന്ത് ചെയ്തുകൊണ്ടിരിക്കണം? അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലുപിടിച്ചും അടികൂടിയും ഉഴപ്പി അടിച്ച് ജീവിച്ചും എന്തെങ്കിലും വരികയാണെ വരട്ടെ എന്നുള്ള മട്ടിൽ ഇന്നത്തെ നമ്മുടെ സഭകളിലൊക്കെ കാണുന്ന പോലെ ജീവിക്കാനാണോ പറഞ്ഞിരിക്കുന്നത്? അല്ല. നിങ്ങൾ ശ്രദ്ധിച്ച് വായിച്ചാൽ 22 കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഈ 22 ഞാൻ പറയാൻ പോവാണ്. 22 കാര്യങ്ങൾ. ഈ 22 കാര്യങ്ങൾ എല്ലാ ദിവസവും കൃത്യമായിട്ട് പാലിച്ച്, കഴിഞ്ഞ ലേഖനം കൊലോസ് ലേഖനം പഠിച്ചപ്പോൾ ഒരു 10 കാര്യങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പൊ ഇതെല്ലാം നമ്മൾ പ്രമാണിക്കുകയാണെങ്കിൽ നമ്മളൊക്കെ എത്ര വിശുദ്ധന്മാരായിട്ട് ജീവിച്ചതിനും. അപ്പോൾ ഈ പൗലോസ് അപ്പോസ്തലനിലേക്ക് ഇത്രയും കാര്യങ്ങൾ അതിൽ നിന്ന് പെറുക്കിയാണ് ഞങ്ങൾ ഈ 10ഉം 22ഉം ഒക്കെ പറയുന്നത്, അല്ലേ? അപ്പോൾ ഇത് മുഴുവൻ നമ്മൾ അനുവർത്തിക്കുകയാണെങ്കിൽ നാം ഇന്ന് എത്ര വിശുദ്ധന്മാരായിരിക്കേണ്ടതായിരിക്കുന്നു. അതുകൊണ്ട് നമ്മൾ ഈ വചനത്തെ അങ്ങനെ അത്ര ഗൗരവത്തിൽ എടുക്കുന്നില്ല എന്നുള്ളത് കണ്ട് ഇതൊക്കെ ഒന്ന് നമ്മുടെ മനസ്സിൽ കുറിച്ചിടാനായിട്ട് തയ്യാറായിക്കട്ടെ. അപ്പോൾ 5-11 മുതൽ 27 വരെയുള്ള വാക്യങ്ങളിൽ വിശ്വാസികൾ കർത്താവിൻ്റെ വരവ് വരെ ചെയ്തുകൊണ്ടിരിക്കേണ്ടതായിട്ടുള്ള 22 കാര്യങ്ങൾ എല്ലാം വാക്യങ്ങളിൽ നിന്നാണ് നമുക്ക് വായിക്കാം, അല്ലെങ്കിൽ ചിന്തിക്കാം. 11-ാം വാക്യത്തിൽ ഒന്നാമത് പറഞ്ഞിരിക്കുന്നത് അന്യോന്യം പ്രബോധിപ്പിക്കണം, എഡിഫൈ വൺ അനദർ. അതേ വാക്യത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് തമ്മിൽ ആത്മീയവർദ്ധന വരുത്തണം, എൻകറേജ് ആൻഡ് കംഫർട്ട് യുവർ സെൽഫ്. തമ്മിൽ ആത്മീയവർദ്ധന എന്ന് മലയാളത്തിൽ എഴുതിയിരിക്കുന്നത് നിങ്ങൾ ഇംഗ്ലീഷിൽ വായിച്ചാൽ എൻകറേജ് ആൻഡ് കംഫർട്ട് യുവർ സെൽഫ്. നിങ്ങളെ തന്നെ ആശ്വസിപ്പിക്കണമെന്നാണ് കേട്ടോ. തമ്മിൽ ആത്മീയവർദ്ധന വരുത്തുകയും അന്യോന്യം പ്രബോധിപ്പിക്കുകയും ചെയ്യുമ്പോൾ നിങ്ങൾ നിങ്ങളെ തന്നെ ഒന്ന് ആശ്വസിപ്പിക്കണം. കാരണം കർത്താവ് വന്നില്ല, നാളെ വരും എന്നുള്ള പ്രതീക്ഷയിൽ കംഫർട്ട് യുവർ സെൽഫ്, എൻകറേജ് യുവർ സെൽഫ്. 12-ാം വാക്യത്തിൽ നിങ്ങളുടെ ഇടയിൽ അധ്വാനിക്കുകയും കർത്താവിൽ നിങ്ങളെ ഭരിക്കുകയും പ്രബോധിപ്പിക്കുകയും ചെയ്യുന്നവരെ ഏറ്റവും സ്നേഹത്തോടെ വിചാരിക്കണം.
നിങ്ങളുടെ മേൽ കർത്താവ് ആക്കി വെച്ചിരിക്കുന്ന അധ്യാപകരെ, പ്രസംഗകരെ സ്നേഹത്തോടെ, അവരെ ബഹുമാനത്തോടെ കൈക്കൊള്ളണം, കരുതണം. 13-ാം വാക്യത്തിൽ വേല ചെയ്യുന്നവരെ മാനിക്കണം. അതേ വാക്യത്തിൽ പറഞ്ഞിട്ടുണ്ട് തമ്മിൽ സമാധാനമായിരിക്കണം. തമ്മിൽ വഴക്കുണ്ടാക്കാനല്ല പറഞ്ഞിരിക്കുന്നത്, സമാധാനമായിരിക്കണം. 14-ാം വാക്യത്തിൽ പറഞ്ഞു ക്രമം കെട്ടവരെ ബുദ്ധി ഉപദേശിക്കണം. അതേ വാക്യത്തിൽ പറഞ്ഞു ഉൾക്കരുത്തില്ലാത്തവരെ ധൈര്യപ്പെടുത്തണം. വീണ്ടും 14-ാം വാക്യത്തിൽ പറഞ്ഞു ബലഹീനരെ താങ്ങണം. വീണ്ടും അതേ വാക്യത്തിൽ പറഞ്ഞു എല്ലാവരോടും ദീർഘക്ഷമ കാണിക്കണം. 15-ാം വാക്യം ആരും തിന്മയ്ക്ക് പകരം തിന്മ ചെയ്യരുത്. ആ വാക്യത്തിലുണ്ട് തമ്മിലും എല്ലാവരോടും നന്മ ചെയ്തുകൊണ്ടിരിക്കണം. 16-ാം വാക്യം എപ്പോഴും സന്തോഷിക്കണം. 17-ാം വാക്യം ഇടപെടാതെ പ്രാർത്ഥിക്കണം. 18 എല്ലാറ്റിനും സ്തോത്രം ചെയ്യണം. 19 ആത്മാവിനെ കെടുക്കരുത്. 20 പ്രവചനം തുച്ഛീകരിക്കരുത്. 21-ാം വാക്യം സകലവും ശോധന ചെയ്യണം. അതേ വാക്യത്തിലുള്ള നല്ലത് മുറുകെ പിടിക്കണം. എല്ലാം ശോധന ചെയ്യണം, നല്ലത് മാത്രം മുറുകെ പിടിക്കണം. 22 സകലവിധ ദോഷവും വിട്ട് അകലണം. 25 ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഓർത്ത് പ്രാർത്ഥിക്കണം. 26 വിശുദ്ധ ചുംബനത്താൽ വന്ദനം ചെയ്യണം. 27 സഹോദരന്മാരെ ഈ ലേഖനം വായിച്ച് കേൾപ്പിക്കണം. അപ്പോൾ ഈ ലേഖനമല്ല, വേദപുസ്തകം മുഴുവൻ വായിച്ച് കേൾപ്പിക്കണം. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്ന് അറിയാനായിട്ട് ഞാനൊന്ന് വായിപ്പിക്കാൻ പോവുകയാണ്. 11 മുതൽ 27 വരെയുള്ള വാക്യങ്ങൾ. ഈ പറഞ്ഞ കാര്യങ്ങൾ നമ്പർ ഇട്ട് നിങ്ങൾക്ക് 22 കാര്യങ്ങൾ ഉണ്ടെന്നുള്ളത് ഗ്രഹിക്കാൻ പറ്റും. അപ്പോൾ ഞാൻ തന്നെ പറയുകയായിരുന്നത് കൊണ്ട് ഇപ്പോൾ വേദപുസ്തകത്തിൽ നിന്ന്, കാരണം എൻ്റെ വാക്കുകളേക്കാൾ ശക്തമാണ് മാറ്റമില്ലാത്ത ദൈവവചനം. നമുക്ക് 11 മുതൽ 27 വരെയുള്ള വാക്യങ്ങൾ, അധികം സമയം വേണ്ടല്ലോ, ഒന്ന് വായിക്കാം. ആകയാൽ നിങ്ങൾ ചെയ്തു വരുന്നത് പോലെ അന്യോന്യം പ്രബോധിപ്പിച്ചും തമ്മിൽ ആത്മീക വർധന വരുത്തിയും പോരുവിൻ. സഹോദരന്മാരെ, നിങ്ങളുടെ ഇടയിൽ അധ്വാനിക്കുകയും കർത്താവിൽ നിങ്ങളെ ഭരിക്കുകയും പ്രബോധിപ്പിക്കുകയും ചെയ്യുന്നവരെ അറിഞ്ഞ് അവരുടെ വേല നിമിത്തം ഏറ്റവും സ്നേഹത്തോടെ വിചാരിക്കണമെന്ന് നിങ്ങളോട് അപേക്ഷിക്കുന്നു. തമ്മിൽ സമാധാനമായിരിപ്പിൻ. സഹോദരന്മാരെ, ഞങ്ങൾ നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത് ക്രമം കെട്ടവരെ ബുദ്ധി ഉപദേശിപ്പിൻ, ഉൾക്കരുത്തില്ലാത്തവരെ ധൈര്യപ്പെടുത്തുവിൻ, ബലഹീനരെ താങ്ങുവിൻ, എല്ലാവരോടും ദീർഘക്ഷമ കാണിപ്പിൻ. ആരും തിന്മയ്ക്ക് പകരം തിന്മ ചെയ്യാതിരിപ്പാൻ നോക്കുവിൻ. തമ്മിലെല്ലാവരോടും എപ്പോഴും നന്മ ചെയ്തുകൊണ്ടിരുവിൻ. എപ്പോഴും സന്തോഷിപ്പിൻ, ഇടവിടാതെ പ്രാർത്ഥിപ്പിൻ, എല്ലാറ്റിനും സ്തോത്രം ചെയ്യുവിൻ. ഇതല്ലോ നിങ്ങളെക്കുറിച്ച് ക്രിസ്തുവേശുവിൽ ദൈവേഷ്ടം. ആത്മാവിനെ കെടുക്കരുത്, പ്രവചനം തുച്ഛീകരിക്കരുത്, സകലവും ശോധന ചെയ്ത് നല്ലത് മുറുകെ പിടിപ്പിൻ, സകലവിധ ദോഷവും വിട്ടകലുവിൻ. സമാധാനത്തിൻ്റെ ദൈവം തന്നെ നിങ്ങളെ മുഴുവനും ശുദ്ധീകരിക്കുമാറാകട്ടെ. നിങ്ങളുടെ ആത്മാവും പ്രാണനും ദേഹവും അശേഷം നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പ്രത്യക്ഷതയിൽ അനിന്യമായി വെളിപ്പെടും വണ്ണം കാക്കപ്പെടുമാറാകട്ടെ. നിങ്ങളെ വിളിക്കുന്നവൻ വിശ്വസ്തനാകുന്നു, അവൻ അത് നിവർത്തിക്കും. സഹോദരന്മാരെ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിപ്പിൻ. സകല സഹോദരന്മാരെയും വിശുദ്ധ ചുംബനത്താൽ വന്ദനം ചെയ്യുവിൻ. കർത്താവാണ്. സഹോദരന്മാരെയൊക്കെയും ഈ ലേഖനം വായിച്ചു കേൾപ്പിക്കണം. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപ നിങ്ങളോട് കൂടെ ഇരിക്കുമാറാകട്ടെ. നമ്മൾ ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഈ വാക്യങ്ങളിൽ ഉണ്ട്. കർത്താവിൻ്റെ വരവിനായി കാത്തിരിക്കുമ്പോൾ നാം ഈ കാര്യങ്ങൾ കൃത്യമായി ചെയ്തുകൊണ്ടിരിക്കണം. വായിച്ചു പോയ കൂട്ടത്തിൽ ഒരു വാക്യം ഉണ്ടായിരുന്നു, 24-ാം വാക്യം, നിങ്ങളെ വിളിക്കുന്നവൻ വിശ്വസ്തനാകുന്നു, അവനത് നിവർത്തിക്കും. നമ്മൾ വിശ്വസ്തരാണോ? നമ്മൾ ഈ കാര്യം ഇത് ചുമ്മാതെ ഇങ്ങനെ വായിച്ചു വിടാൻ വേണ്ടി മാത്രം എഴുതി വച്ചിരിക്കുന്നതല്ല, ഇതെല്ലാം അനുവർത്തിക്കാനായിട്ടുള്ളതാണ്. കർത്താവ് വിശ്വസ്തനാണെങ്കിൽ നമ്മളിൽ നിന്നും അവൻ ഈ വിശ്വസ്തത പ്രതീക്ഷിക്കുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് വിശ്വസ്തയോടെ കർത്താവിൻ്റെ വരവിനായിട്ട് കാത്തിരിക്കുകയും ഒരുങ്ങുകയും അവൻ വരുമ്പോൾ തേജസ്സിൽ അവനോടുകൂടെ വെളിപ്പെടുവാൻ തക്കവണ്ണം ഒരുക്കമുള്ളവരായിട്ട്, അവനിൽ ഈ പ്രത്യാശയുള്ളവരൊക്കെ അവൻ നിർമ്മലനായിരിക്കുന്ന പോലെ തങ്ങളെ തന്നെ നിർമ്മലീകരിക്കട്ടെ. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അതിനുള്ള കൃപ ഈ വചനങ്ങൾ കേട്ട എല്ലാവർക്കും നൽകട്ടെ. ദൈവത്തിന് മഹത്വം. ആമേൻ.